ദശാവതാരത്തിൽ മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി കുടികൊള്ളുന്ന ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ക്ഷേത്രായനം ഇന്നുള്ളത്. നരസിംഹമൂർത്തി ദേവതയായി കുടികൊള്ളുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. താമരക്കുളം എന്ന കൊച്ചു ഗ്രാമത്തെ വാനോളം ഉയർത്തിയത് ഈ ക്ഷേത്രത്തിന്റെ പേരും പെരുമയും തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ ആനയടി എന്ന സ്ഥലത്താണ് പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയും എന്നാൽ പരമാത്മാവായ മഹാവിഷ്ണു ബിംബത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആനയടിത്തേവർ എന്ന പേരിലും ഭഗവാനെ അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രപ്രദേശത്ത് ആനയുടെ കാൽപ്പാടുകൾ പതിഞ്ഞതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രം എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ആ ദേശമൊട്ടാകെ ആ പേരിൽ അറിയപ്പെട്ടു. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനുമുണ്ട് പ്രത്യേകത. ചതുർബാഹു രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമുള്ളത്. പഴയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് 1000ഓളം വർഷം പഴക്കമുള്ള ഒരു ഐതിഹ്യ കഥയുമുണ്ട്. ഐതിഹ്യത്തെക്കാൾ പഴമയേക്കാൾ ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തെ ലോകപ്രശസ്തിയിൽ എത്തിച്ചത് മകരമാസത്തിലെ ഗജമേളയാണ്. 100ൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോട് കൂടിയ ഗജമേള നടത്തണമെന്നുണ്ടെങ്കിലും ഇന്നേ വരെ അത് നടന്നിട്ടില്ല. 100ൽ പരം ഗജവീരന്മാർ അണിനിരന്നാൽ ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ട സ്വർണ്ണക്കൊടിമരം തിരിച്ചു കിട്ടുമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. ഇതുവരെ 98 ഗജവീരന്മാരെ ഉൾക്കൊള്ളിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. മകരമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെയുള്ള 10 ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. തിരുവോണ ദിവസമാണ് ആറാട്ട്. ഒരേ വരിയിൽ നിരനിരയായി ഗജവീരന്മാർ അണിഞ്ഞൊരുങ്ങി അണിനിരക്കുന്ന ആനയടി പൂരം നടക്കുന്നത് അവസാന ദിവസമാണ്. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് ഭക്തർ ആനയെ എഴുന്നള്ളിക്കുന്നത് എന്നാണ് വിശ്വാസം. പ്രധാനമായും 2 നേരമാണ് ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത്. വിഷ്ണു പൂജയാണ് നടക്കാറുള്ളത്. സ്വയംവരാർച്ചനയും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. കൊല്ലം ജില്ലയിൽ ശൂരനാട് വടക്ക് ആനയടിയിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യം കൊണ്ടും ഭഗവാന്റെ അഭൂതപൂർവമായ ശക്തി കൊണ്ടും ചരിത്രപ്രസിദ്ധമായ ആനയുടെ ഗജമേള കൊണ്ടും ഇന്ന് ലോകപ്രശസ്തിയിലേക്ക് ക്ഷേത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1000ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് നമ്മുടെ ക്ഷേത്ര സന്നിധിയിലെ മണ്ഡപങ്ങളിലെ ലിപികളിൽ നിന്നും പഴമക്കാരുടെ അഭിപ്രായത്തിലും പറയുന്നത് 1000ഓളം വർഷം പഴക്കം. ഏകദേശം 1000ഓളം വർഷം മുൻപ് മലബാറിൽ നിന്നും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മുറജപത്തിന് പോയ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആനയടി പ്രദേശത്ത് എത്തിച്ചേരുകയും ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടു മുൻഭാഗത്ത് നീതൽശ്ശേരി മഠം എന്നൊരില്ലം ഉണ്ടായിരുന്നു. ആ ഇല്ലത്ത് തങ്ങുകയും തൻ്റെ ഉപാസനാമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹം അവിടെ വയ്ക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾക്ക് ശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുവാൻ തുടങ്ങുന്ന അവസരത്തിൽ തൻ്റെ ഉപാസനാമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം അവിടെ നിന്ന് എടുക്കുവാൻ സാധിക്കാതെ വരികയും അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ അത് ഇല്ലത്ത് തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നീതൽശ്ശേരി തിരുമേനിമാരുടെ നിഷ്ഠാപൂർവമായ ഉപാസന രീതി കൊണ്ട് ബിംബത്തിന് വളരെ വലിയ ശക്തിവിശേഷം ഉണ്ടെന്ന് ഭട്ടതിരിമാർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രശ്നവിധിയുടെ ഭാഗമായി ഇല്ലത്ത് വെച്ച് ഇനി ഈ ബിംബം ആരാധിക്കരുതെന്നും ഉചിതമായ സ്ഥലം കണ്ടെത്തി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്നും വിധിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ നിലവിൽ കാണുന്ന ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ഭട്ടതിരി ക്ഷേത്രം നിർമ്മിക്കുകയും ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ചെയ്തു. കാലക്രമേണ ഈ ഭഗവാന്റെ പൂജാവിശേഷം കൊണ്ട് നരസിംഹ പ്രഭാവമായി മാറിയെന്നാണ് ഭട്ടതിരിക്ക് അനുഭവപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജ്യോതിഷവിദ്യയുടെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ ശക്തി ശമിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്ത് പടിഞ്ഞാറോട്ട് അഭിമുഖമായി ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു, ക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെ പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും അതിനോടനുബന്ധമായി
പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഇന്ന് ആനേരി ദേവസ്വത്തിന്റെ കീഴിലുള്ള പുരാതനമായ 2 ക്ഷേത്രങ്ങളാണ്. മഹാവിഷ്ണുവിന്റെ ഉഗ്ര സൗമ്യഭാവങ്ങൾ ഒരുപോലെ നിന്ന് ഭക്തജനങ്ങൾക്ക് അഭീഷ്ടകാര്യം സാധിച്ചു കൊടുക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രങ്ങൾക്കുണ്ട്. പരമശിവൻ, ഗണപതി, ഭുവനേശ്വരി, നാഗരാജാവ് എന്നിവരാണ് ഉപദേവതകൾ. നരസിംഹമൂർത്തിയുടെ ഉഗ്ര തേജസ് ശാന്തമൂർത്തി ഭാവത്തിലാക്കാൻ കിഴക്കുഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിന് മുൻവശത്തായി ഒരു വലിയ ആൽമരം കാണാം. മുഖമണ്ഡപവും ബലികൽപുരവും ക്ഷേത്രത്തിലുണ്ട്. നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആഘോഷമാണ് നവരാത്രി സംഗീതോത്സവം. ഇത് നടക്കുന്നതിനായി ഒരു നവരാത്രി മണ്ഡപവും ക്ഷേത്രത്തിനുണ്ട്. വ്യാഴം, ഏകാദശി, വിഷു തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ തിരക്ക് വളരെ കൂടുതലായിരിക്കും. രാവിലെ 5:30 മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയുമാണ് ദർശന സമയം. ചാരുമൂട്ടിൽ നിന്നും 7 കിലോമീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. കായംകുളം ഭാഗത്തു നിന്നും, ശാസ്താംകോട്ടയിൽ നിന്നും, അടൂരിൽ നിന്നുമൊക്കെ വേഗത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. നരസിംഹമൂർത്തിയെ ആരാധിക്കുന്ന ആനയടി ദേശത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് 100-ൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള ഗജമേളയും ഭഗവാന്റെ സ്വർണ്ണ കൊടിമരവുമൊക്കെ. ഓരോ വർഷവും മകരമാസം എത്തുമ്പോൾ ഉത്സവപ്പറമ്പിൽ ഓടിയെത്തുന്ന ഓരോ ഭക്തന്റെ ഉള്ളിലും ഈയൊരു വികാരം മാത്രമാണ്. ആനയടിപ്പൂരം ലോകമെമ്പാടും പേരെടുക്കുമ്പോൾ നാനാദിക്കിൽ നിന്നാണ് ഭക്തർ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നത്. ആന എഴുന്നള്ളത്തിലൂടെ പ്രസിദ്ധമായ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ഭക്തരുടെ അഭയകേന്ദ്രമാണ്. ദേശഭാഷാ ഭേദമില്ലാതെയാണ് ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. 100-ൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയ ഗജമേള കാണാൻ കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ മുഴുവനും. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും.